വാർ തുടങ്ങി. അതായത് വെസ്റ്റ് ഏഷ്യ വാർ, ഇറാൻ വേഴ്സസ് അമേരിക്ക, ഇസ്രായേൽ. ആദ്യത്തെ ദിവസം നിങ്ങൾക്കറിയാം അലി ഖമൈനിയെ തട്ടി. അതിൻ്റെ കൂടെ ഇറാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ മറ്റ് പല ആൾക്കാരെ തട്ടി. അത് കഴിഞ്ഞ് 18ാമത്തെ ദിവസമാകുമ്പോൾ ഏറ്റവും വലിയ ക്രൂഷ്യലായിട്ടുള്ള സംഭവം നടന്നു. അലി അബ്ദുള്ള ലറജാനി, അതായത് അവിടെ ഭരിക്കുന്ന എലക്റ്റഡ് ആയിട്ടുള്ള ബോഡിയുണ്ട്. എലക്റ്റഡ് ആയിട്ടുള്ള ബോഡിയേക്കാളും മനസ്സിലാക്കേണ്ടത് ഇറാൻ്റെ ഭരണചക്രം എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ ആധ്യാത്മിക സ്പിരിച്വൽ ലീഡർ അലി ഖമൈനി, അതിൻ്റെ തൊട്ട് താഴെ ഡിഫാക്റ്റോ ലീഡേഴ്സ് ഉണ്ട്. അപ്പം അതിനൊക്കെ ശേഷമാണ് അവിടെ എലക്റ്റഡ് ആയിട്ടുള്ള മസൂദ് പെഷഷ്കാനും അവിടുത്തെ പ്രസിഡൻറ്റും അതേപോലെ തന്നെ അവിടുത്തെ ഫോറിൻ മിനിസ്റ്റേഴ്സും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഒക്കെ വരുന്നത്. അപ്പം ഇൻ ബിറ്റ്വീൻ, അതായത് അലി ഖമൈനി, അതായത് കൊല്ലപ്പെട്ട അലി ഖമൈനി ഇപ്പം മൊസ്താബ് ഖമൈനി, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് പറയുന്നു. അദ്ദേഹം വളരെ സീരിയസ് ഇൻജേർഡ് ആണെന്ന് പറയുന്നു. അപ്പം അതിന് തൊട്ടു താഴെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, യുദ്ധം ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത്, എങ്ങനെയാണ് ഇത് പോകേണ്ടത്, അതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള തീരുമാനം എടുക്കുന്നതാണ് ഈ അലി ലറഞ്ചാനി എന്ന് പറയുന്ന ഈ 67 വയസ്സുള്ള മനുഷ്യൻ. ഇദ്ദേഹം ഈ വെള്ളിയാഴ്ച പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിരുന്നു. അവിടെ കോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. കാരണം ഈ റെസിസ്റ്റൻസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ റാലിയിൽ നിമിഷങ്ങളോളം പങ്കെടുത്തു. അപ്പം അന്ന് പബ്ലിക്കുമായിട്ട് ഇയാൾ സംസാരിച്ചു, ടെലിവിഷനിൽ കൂടെ സംസാരിച്ചു. ഇന്നലെ രാത്രിയിലുള്ള ഇറാൻ്റെ സ്ട്രൈക്കിൽ ഇയാളെയും തട്ടി. അതേപോലെ തന്നെ അവിടെ മിലിറ്ററി യൂണിഫോം ഇടാത്ത ഫോഴ്സുകളുണ്ട്, മസ്ജിദ്, അതിൻ്റെ ലീഡറായ സൊലൈമാനി, അയാളെയും തട്ടി. ഇവർ രണ്ടുപേരുമാണ് കഴിഞ്ഞ ജാനുവരിയിൽ ഏകദേശം 30,000-ഓളം പേരെ കൊന്ന അവിടെ വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്നു, അതിന് നേതൃത്വം കൊടുത്തത്. അതായത് ഈ അലി ഖമൈനി കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ നേതാവിനേക്കാൾ ഉപരി ഈ രണ്ടു കൂട്ടരുടെ ഫാമിലി എന്ന് പറയുന്നത് ഷിയ ക്ലർജി, ആ ഫാമിലിക്കകത്തു നിന്നുള്ളവരാണ്. അതാണ് ഈ ഫാമിലി ബന്ധമാണ് ഈ പറയുന്ന ഈ ഇറാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അതുപോലെ തന്നെയാണ് ഈ മിഡിൽ ഈസ്റ്റ്, അറബ് രാജ്യങ്ങളിൽ ഈ പവറിൻ്റെ സ്ട്രക്ചർ എലക്റ്റഡ് വെറുതെ കാണിക്കുന്നേ ഉള്ളൂ, അവർക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ അലി ലറഞ്ചാനി എന്ന് പറയുന്ന ആളാണ് ന്യൂക്ലിയർ ടോക്സ്, യുണൈറ്റഡ് നേഷൻ ആണെങ്കിലും അമേരിക്കയുമായിട്ടാണെങ്കിലും ഒബാമ അഡ്മിനിസ്ട്രേഷനായിട്ടും പിന്നീടുള്ള ടോക്സിനെല്ലാം, ജനീവ ടോക്സിനെല്ലാം നേതൃത്വം കൊടുത്തത്. ഇയാൾ തന്നെയാണ് അവിടുത്തെ IRGCയുടെ കംപ്ലീറ്റ് കമാൻഡ് കൺട്രോൾ ചെയ്യുന്നയാൾ. അതേപോലെ തന്നെ ഇയാൾ മരിക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഈ സെയിലേഴ്സ്, അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിങ്ങൾക്കറിയാം ടോർപിഡോ ഉപയോഗിച്ച് അമേരിക്ക ഇറാൻ്റെ ഷിപ്പ് തകർത്തു. അപ്പോൾ ഇയാൾ കൈപ്പടയിൽ എഴുതിയ വാചകം അത് സോഷ്യൽ മീഡിയയിൽ കൂടെ പബ്ലിഷ് ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെയുള്ള നേതാക്കൾ പോലും സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ, അതായത് എലക്റ്റഡ് ആയിട്ടുള്ള മസൂദ് പെഷഷ്കാനും, അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രത്യേക ബോഡിയുണ്ട് അതിനെ മോണിറ്റർ ചെയ്യാൻ. അതല്ല, ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ ബോഡി മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ എവിടൊക്കെയാണ് വിന്യാസം, അതായത് മിസൈലിൻ്റെ വിന്യാസം, അതേപോലെ ഡ്രോണിൻ്റെ വിന്യാസം, ഈ പറയുന്ന അറബ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യണം, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തയാളാണ് ഇന്നലെ രാത്രി തട്ടിപ്പോയ ഈ മനുഷ്യൻ. മനസ്സിലാക്കുക, അലി ഖമൈനിക്ക് ശേഷം ഏറ്റവും ഹൈ വാല്യൂ സംഭവമാണ് ഇയാൾ തട്ടിപ്പോയത്. അപ്പം ഇയാളുടെ ഈ മരണമെന്ന് പറയുന്നത്, അതായത് ഇയാൾ ഈ തട്ടിപ്പോയതെ സംബന്ധിച്ച് ഇറാനിൽ തന്നെ അവർക്ക് വലിയ ബ്ലോ ആയിപ്പോയി. മനസ്സിലാക്കുക, അന്ന് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇയാൾ പറഞ്ഞു ഇയാൾ ഇസ്രായേലിനെ തകർക്കും, അമേരിക്കയെ തകർക്കും, അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യ മുഴുവനും തകർക്കും എന്നൊക്കെ പറഞ്ഞ ആളാണ് വെള്ളിയാഴ്ച. കാരണം നിങ്ങൾ ഇയാളുടെ പഴയ സ്റ്റേറ്റ്മെൻറ്റൊക്കെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പഴയ ഗൂഗിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇയാളുടെ വീഡിയോയും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഏകദേശം 3 ദിവസം എടുത്ത് ഇയാളെ തട്ടി ഊരെ കളഞ്ഞു. അതുമല്ല, അതിൻ്റെ കൂടെയുള്ള സെക്കൻഡറി ലീഡർ,
അതായത് ബാസ്ജിദ് ഫോഴ്സിൻ്റെ സൊലൈമാനി, അയാളെയും കൂടെ അങ്ങ് തട്ടി. അപ്പം ഇതോടുകൂടി വാറിൻ്റെ ദിശ മാറുകയാണ്. അതായത് ഇനി എത്ര ദിവസം ഈ വാർ നിൽക്കും എന്നതിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, അവരുടെ മിസൈൽസിൻ്റെയും അതേപോലെ തന്നെ ഡ്രോൺസിൻ്റെ എണ്ണത്തിൽ വലിയ രീതിയിൽ കുറവ് വന്നു. മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഇത് റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ കൂടി. മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ വളരെ ഒറ്റക്കെട്ടായിട്ട് ഉറച്ചു നിൽക്കുകയാണ്. എല്ലാ രീതിയിലും ഇറാനെ തകർക്കണം, അതിനുശേഷം മാത്രമേ ഈ വാറ് നിൽക്കാവൂ. കാരണം ഇതിനകത്തൊക്കെ പല ടോക്സിനെ പറ്റി പല പത്രങ്ങളിലും സംഭവങ്ങളും ലീക്കായിട്ട് വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനെ കോട്ട് ചെയ്യാതെ വൈറ്റ് ഹൗസിലുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാരെ കോട്ട് ചെയ്യാതെ അമേരിക്കൻ പത്രങ്ങളിൽ റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് വാറ് കംപ്ലീറ്റ് ആയിട്ട് വൺ സൈഡിലോട്ട് അങ്ങ് പോവുകയാണ്. കാരണം ഇതേപോലെയുള്ള നേതാക്കൾ ഓരോരുത്തരുമായി തട്ടിപ്പ്, കാരണം മെയിനായിട്ടുള്ള കീ ലീഡേഴ്സാണ്. കാരണം കമാൻഡ് സ്ട്രക്ചറുമായിട്ട് നല്ല ബന്ധമുള്ള ലീഡേഴ്സാണ്. ഇവരൊക്കെ തട്ടിപ്പോയി കഴിയുമ്പോൾ ഇറാൻ ഇനി എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ സാധിക്കും? കൂടിപ്പോയി കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ 4 ദിവസം. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 25 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വാറ് നിൽക്കും പൂർണ്ണമായിട്ടും. അതിനുള്ളിൽ തന്നെ അമേരിക്ക ഇസ്രായേൽ ഇതിനൊരു ഉത്തരം കൊടുക്കും. അതേപോലെ തന്നെ 2-3 ദിവസം മാക്സിമം ഹോർമുസ് കടലിടുക്ക് അതിൻ്റെ സഞ്ചാരങ്ങളും പരിപാടികളും ശരിയാക്കും. ഈ ക്രൈസിസ് എല്ലാം ഇതിൻ്റെ അകത്ത് മാറും. ചിലപ്പോൾ വീണ്ടും വാറ് നിൽക്കും. പക്ഷേ പൂർണ്ണമായിട്ടും ഇറാനെ കീഴ്പ്പെടുത്തിയ ശേഷം മാത്രമേ ഇനി ഈ വാറ് നിൽക്കുകയുള്ളൂ. അതായത് ഇറാൻ്റെ കീ ഫിഗർ ഓരോതായിട്ട് അടിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ തെളിവുകളാണ് ഈ പറയുന്ന അലി ഖമൈനി, അതായത് കൊല്ലപ്പെട്ട അലി ഖമൈനി കഴിഞ്ഞ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കൊല്ലപ്പെടുന്നു. മസൂദ് പെഷഷ്കാനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ആൾ കൊല്ലപ്പെടുന്നു. ബസ്ജിദ് ഫോഴ്സ് എന്ന് പറയുന്ന അവിടുത്തെ കോഡ് എന്ന് പറയുന്ന മറ്റൊരു ഫോഴ്സാണ്, റിലീജിയസ് ആയിട്ടുള്ള ഫോഴ്സാണ്. അതിൻ്റെ തലവനെ കൊല്ലുന്നു. അതായത് നൽകുന്ന സിഗ്നൽ എന്ന് പറയുന്നത് അസംഷൻ, അത് ഗ്ലോബലായിട്ടുള്ള മീഡിയ എക്സ്പെർട്ട്, അതുപോലെ BBC-യുടെ ഡേവിഡ് കോർബിൻ, അതായത് ഇൻ്റർനാഷണൽ എഡിറ്റർ, കൃത്യമായിട്ട് പറയുന്നത് ഇനി ഈ വാറ് ഈ പറയുന്ന ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, അത്രമാത്രം കീ ഫാക്ടറാണ്. അതേപോലെ മിലിറ്ററി എക്സ്പേർട്ടുകൾ പറയുന്നത്, ഇറാനെ മോണിറ്റർ ചെയ്യുന്ന മിലിറ്ററി എക്സ്പേർട്ടുകൾ പറയുന്നത് ഇനി ഇറാന് പിടിച്ചു നിൽക്കാൻ കൂടുതൽ സമയം കാണുകയില്ല. കാരണം അവരുടെ കയ്യിൽ ഇതിൻ്റെ സ്റ്റോക്കുകൾ ശരിക്കും തീരുകയാണ്. അവർക്കൊരു ലോങ് റേഞ്ചിൽ അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുകൾ നഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചർ മറ്റുള്ളതിൻ്റെ അറ്റാക്ക് വളരെ ശക്തമായിട്ട് ഇസ്രായേലും അമേരിക്കയും ചെയ്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടന്ന ഇസ്രായേൽ തന്നെയാണ്. അപ്പം ആ റീജിയൻ്റെ അകത്ത് ഇറാൻ്റെ വൈഡായിട്ട് ഏകദേശം 7000-ഓളം ടാർഗറ്റുകളാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ അച്ചീവ് ചെയ്ത്. കൃത്യമായിട്ട് പറയാം, ഇന്ത്യൻ മീഡിയയും ചില ആൾക്കാരും പറയുന്ന പോലൊന്നുമല്ല, പൂർണ്ണമായിട്ടും ഈ വാറ് അമേരിക്കയുടെ ഇസ്രായേലിനെ കൺട്രോളാണ്. ഇറാൻ അവിടെ ഇവിടെയൊക്കെ മിസൈലും ഡ്രോൺസും വിടുന്നു എന്നതല്ലാതെ അവർക്കൊരു എഡ്ജ് കിട്ടിയിട്ടില്ല. 2 ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഇറാൻ്റെ മിസൈലും ഡ്രോൺസുകളും കംപ്ലീറ്റ് ഇല്ലാതാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടൽ വെച്ച് എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്.